റോയിച്ചായ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാരഡി ഗാനത്തിൽ നിന്ന് എതിരായിട്ടുള്ള കേസും നടപടികളിൽ നിന്നെല്ലാം സർക്കാർ യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും എപ്പോഴും പുറത്ത് കയറിയെന്ന് വിളിക്കുന്ന CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഈ നടപടിക്കെതിരെ വലിയ വിമർശനമായതുകൊണ്ടാണോ അതോ തെറ്റുതിരുത്താം എന്ന് കരുതിയാണോ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തു വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്? വിദ്വേഷം പുലർത്തുന്ന മതവികാരത്തെ വ്രണപ്പെടുത്തി മതവിദ്വേഷം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ കേസെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ച തന്നെ ഉടലെടുത്തത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ 1987 കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു ജേർണലിസ്റ്റായിട്ട് കലാകൗമുദിയിൽ വരുന്നത്. അന്ന് ആ സമയത്ത് കെ കരുണാകരൻ 82-87 കാലത്ത് കെ കരുണാകരൻ കേരളം ഭരിക്കുന്ന സമയത്താണ് ആലപ്പുഴ സ്വദേശിയായ PM ആൻ്റണിയുടെ ഒരു നാടകം, അത് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകം, അതായത് ലോകപ്രശസ്ത എഴുത്തുകാരനായ കസാൻ സാക്കീസിൻ്റെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെ അധികരിച്ച് എഴുതിയ നാടകമായിരുന്നു. അപ്പോൾ ഈ നാടകം അവിടെ അങ്ങിങ്ങ് കളിച്ചു തുടങ്ങിയ സമയത്ത് തൃശ്ശൂർ ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം ഈ നാടകത്തിനെതിരായിട്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതാണ്, ക്രിസ്തുവിനെ അപമാനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് ആലപ്പുഴയിലോ അവിടെ ഇവിടെയൊക്കെ കളിക്കുന്ന സമയത്ത് തന്നെ വലിയ ബഹളമായി. ഈ സഭയുടെ ആൾക്കാർ അവിടെയൊക്കെ പോയി ബഹളം ഉണ്ടാക്കുകയും നാടകം അവസാനം തിരഞ്ഞെടുപ്പ് വരാൻ ഒരു അധിക സമയം ഇല്ലാത്തൊരു സമയത്തായിരുന്നു. 87 അവസാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ ഈ അന്നത്തെ ബിഷപ്പുമാരുടെ ഭീഷണിയിൽ വഴങ്ങി നാടകം കളിക്കുന്ന സ്ഥലങ്ങളിൽ നിരോധിക്കാനായിട്ട് തീരുമാനമെടുത്തു, നിരോധിക്കുകയും ചെയ്തു. അന്ന് പക്ഷേ ആൻ്റണിയെ പിന്തുണയ്ക്കാൻ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടോ എന്തോ പഴയ വിമോചന സമരത്തിൻ്റെ ഓർമ്മകൾ കത്തോലിക്ക സഭയെ പിണക്കാൻ CPM-ന് ധൈര്യമില്ലാത്തതുകൊണ്ടോ അന്നാരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വലിയ കലാപമൊന്നും നടത്തിയില്ല. പക്ഷേ 87 EK നായനാരുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നാടകം കേരളം മുഴുവൻ നിരോധിച്ചതാണ് നമ്മൾ കണ്ട ഒരു സംഭവം. ഇനി അല്പം കൂടെ ബാക്കിലോട്ട് വരാം. 1980 ഇടതുപക്ഷ കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 80-81 കാലത്ത് CPI-യുടെ നേതാവും നാടകകൃത്തുമായിരുന്ന കണിയാപുരം രാമേന്ദ്രൻ ഭഗവാൻ കാലുമാറുന്നു എന്ന് പറയുന്ന KPSC-ക്ക് വേണ്ടി ഒരു നാടകം എഴുതി. ആ നാടകം അങ്ങിങ്ങി കളിച്ചു തുടങ്ങിയ സമയത്ത് കൊല്ലത്താണ് ആദ്യം, കൂനമ്പായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം ആ നാടകം കളിച്ച്. അവിടെ RSSകാർ പോയി ബഹളം ഉണ്ടാക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തു. അന്ന് അതിനകത്ത് ഒരു മുഖ്യ നടനായ KPSC-യുടെ ജോൺസൺ എന്ന് പറയുന്ന ആളിന് തലയ്ക്ക് ഏറ് കിട്ടി ഗുരുതരമായി പരിക്കേറ്റ് കുറേ ദിവസത്തോളം ആശുപത്രിയിലൊക്കെ കിടക്കിച്ചു. പക്ഷേ 1-2 സ്ഥലത്ത് ഇത് ബഹളം ഉണ്ടായതിനു ശേഷം CPM-ൻ്റെ നേതൃത്വത്തിൽ ഈ നാടകത്തിന് വലിയ സപ്പോർട്ട് കൊടുക്കുകയും നാടകം കലക്കാൻ വന്ന RSSകാരെ അടിച്ചോടിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീർന്നു. അപ്പോൾ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആദ്യത്തെ ഒരു ശ്രമം നടത്തിയതും അതിന് പിന്തുണ കൊടുത്തതും CPM ആയിരുന്നു. അതാണ് 80 നടന്നത്. പിന്നീട് പക്ഷേങ്കിൽ അതേ പിന്തുണ PM ആൻ്റണി, അദ്ദേഹത്തിന് ഒരു നക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഭയെ പേടിച്ചിട്ടാവാം, അന്ന് CPM ആൻ്റണിയെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ആൻ്റണി അവരധികാരത്തിൽ വന്നപ്പോൾ ആൻ്റണിയുടെ നാടകം പെർമനൻ്റായിട്ട് കേരളത്തിൽ ബാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വേറൊരു. അതേപോലെ തന്നെ നമ്മൾ 2010 കണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് കൈവെട്ട് കേസിന് വിധേയമായ പ്രൊഫസർ TJ ജോസഫിന് എതിരെ മതവികാരം ഗുണപ്പെടുത്തി എന്ന് പറഞ്ഞാണ് അന്നത്തെ LDF സർക്കാർ കേസെടുത്ത്, അച്യുതാനന്ദൻ സർക്കാർ കേസെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഓരോ തരത്തിൽ ഓരോ സമയത്ത് തരാതരം പോലാണ് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള സമീപനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ട 2019 CPM-ൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള വേറൊരു കളി കണ്ടതാണ്. ലളിതകല അക്കാദമി മികച്ച കാർട്ടൂണിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. KK സുഭാഷ് എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റായിരുന്നു. ആ കാർട്ടൂൺ എന്ന് പറയുന്നത് ബിഷപ്പ് ഫ്രാങ്കോയെയും ഒരു കോഴിയെയും PK ശശിയെയും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാർട്ടൂണായിരുന്നു. അതിനായിരുന്നു മികച്ച കാർട്ടൂണായിട്ട് തിരഞ്ഞെടുത്ത്. പക്ഷേ KCBC ബിഷപ്പുമാരും വിളിച്ച് വരട്ടിയപ്പോഴത്തേക്ക് AK ബാലൻ സൗകര്യപൂർവ്വം KK സുഭാഷിന് അവാർഡ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളെന്ന് പരപ്പുറത്ത് കയറി സർവ്വനേരവും പറയുന്നവരാണ്. ആരെങ്കിലും വരട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ല, അതിന് പുറകെ വരുന്നവരെ ഓടിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ അയ്യപ്പൻ്റെ പാട്ടിനെ ബേസ് ചെയ്ത് ഒരു പാരഡി എഴുതി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുകില് മുഴുവൻ. അതിൻ്റെ പേരിലാണ് ആ പാട്ട് എഴുതിയ ആളിനെതിരെയും പാട്ട് പാടിയവർക്കെതിരെയും ആ പാട്ട് വീഡിയോ എടുത്ത സ്റ്റുഡിയോയ്ക്കും എതിരെയൊക്കെ കേസെടുത്ത്
ഇരിക്കുന്നത്. അതിനകത്തും പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തി മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹത്തിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞാണ് എടുക്കുന്നത്. ഒരു പാരഡി പാട്ട് പാടിയാൽ തളർന്നു പോകുന്ന ആണോ നമ്മുടെ നാട്ടിലെ മതവികാരം? അല്ലെങ്കിൽ മതവികാരം അളക്കാൻ എന്തെങ്കിലും ബാരോമീറ്റർ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? മതവികാരം ഇതിനകത്ത് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നു അല്ലെങ്കിൽ അയ്യപ്പനെ അപമാനിക്കുന്ന ഒരു വാക്ക് പോലും ഇല്ല എന്ന് ഹിന്ദുത്വ ശക്തികൾ വരെ പോലും അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. നാടാകെ പാട്ട് നടന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? എന്തായിരുന്നു? എങ്ങനെയാണ് ഈ പാട്ട് ജന്മം കൊണ്ടത്? അതായത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ അല്ലെങ്കിൽ ഒരു മതേതര തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ വാവരുമുണ്ട്, അയ്യപ്പനുണ്ട്, എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ അമൂല്യ വസ്തുക്കളായ സ്വർണ്ണപ്പാളികളും കട്ടളപ്പാളിയും എല്ലാം ഇളക്കിക്കൊണ്ടുപോയ കൊള്ളക്കാർക്കെതിരെയാണ് ആ പാട്ടുണ്ടായത്. ആ കൊള്ളക്കാരുടെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? കേരളത്തിലെ CPM ആണ്. CPMൻ്റെ അറിയപ്പെടുന്ന നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. 2 മാസത്തോളമായി ജയിലിൽ കിടക്കുന്നു. ഇവരെ തള്ളി പറയുന്നതിന് പകരം പാട്ട് എഴുതിയവന്മാർക്കെതിരെയാണ് ഈ സർക്കാരും പോലീസും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് അപകടമാണെന്ന് ബുദ്ധിയുള്ളവരൊക്കെ ഈ പോലീസുകാരെയും ഈ സർക്കാരിനെ ഉപദേശിച്ചിട്ട് അതൊന്നും കേൾക്കാൻ ഇതുവരെ പോലും തയ്യാറായിട്ടില്ല. നിങ്ങൾ ഒരു വശത്ത് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സദാസമയം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്ന ആരാണ്? CPMൻ്റെ അടിമകളായ ഈ സാംസ്കാരിക നായകന്മാരാണ് സദാസമയം ഇതിനെക്കുറിച്ച്. നമ്മളിവിടെ കണ്ടത് എവിടെയാണ്? പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സാഹിത്യകാരനെ എതിരെ അവിടെ ഹിന്ദുത്വ പാർട്ടികൾ രംഗത്ത് വരികയും അദ്ദേഹം തന്നെ നോവലെഴുത്ത് തന്നെ നിർത്തിയ സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെരുമാൾ മുരുകന് സ്വീകരണം കൊടുക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ പെരുമ്പറ മുഴക്കിക്കൊണ്ട് നടന്നൊരു ഇവിടുത്തെ CPM ആയിരുന്നു. അല്ലെങ്കിൽ CPMൻ്റെ പുരോഗമന കലാ സാഹിത്യ സമിതിയും അങ്ങനെയുള്ളവരുമായിരുന്നു. അവരൊക്കെ ഇപ്പം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ അതിനുണ്ടാക്കി കൊടുത്ത പബ്ലിസിറ്റി മുഴുവൻ ഈ CPMൻ്റെ ഈ നയമാണ്, ഈ നിലപാടാണ് ഇതിന് പ്രശ്നമായത്. ഇല്ലെങ്കിൽ ആരാണ് സാധാരണക്കാർ കേട്ടിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാഞ്ഞു പോകേണ്ട ഒരു പാട്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മുട്ടിലും മൂലയിൽ ഇത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് DCC അവിടെയുള്ള കോൺഗ്രസ്സുകാരെ മുഴുവൻ ഇളക്കി നിർത്തി പാടാൻ പോവാണ്. ഇന്നിപ്പോൾ കുറച്ച് മുമ്പെയാണ് പത്രസമ്മേളനം നടത്തി KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ഞങ്ങളിത് പാടാൻ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആ തരത്തിലേക്ക് കൊണ്ടെത്തിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഈ പാർട്ടിയും ഈ സർക്കാരുമാണ്. എന്തുകൊണ്ടാണ് ഒരു ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുന്ന പറയുന്ന ആദ്യത്തെ കാര്യമാണ് CPM തോറ്റിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ഈ തുടർച്ചയായി 10 വർഷം CPM ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഉടനെ അതിന് കാരണമായിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ പാട്ടാണ്. ആ പാട്ടിനകത്തെ വരികളാണ്. ഈ പാട്ടല്ല, ഈ ശബരിമല വിഷയം CPMനെ അത്രത്തോളം ഭയപ്പെടുത്തുന്നു. അതിന് കാരണം എവിടെയാണ്? CPM അതാണ് പ്രതിപക്ഷവും മറ്റുള്ളവരും ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്വർണം പോയാൽ നിങ്ങൾക്ക് സങ്കടമില്ല, നിങ്ങളെ കൊള്ളക്കാരെന്ന് വിളിച്ചതിലാണ് നിങ്ങൾക്ക് സങ്കടം. നിങ്ങൾ ആ കൊള്ളക്കാരായ ആൾക്കാരെ നിങ്ങൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും അവരെ നിങ്ങൾ തോളത്ത് കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ജനങ്ങളിത് കാണുമല്ലേ? നിങ്ങൾക്ക് ജനങ്ങളെ കള്ളം പറഞ്ഞ് പണ്ടത്തെ കാലത്തിൻ്റെ കൂട്ട് പത്രവും ചാനലും ഒന്നും ഇല്ലാത്ത കാലത്തും അല്ലല്ലോ. ജനങ്ങളെല്ലാം അതാത് നിമിഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയാണ്. നിങ്ങൾ അവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ, നിങ്ങൾ പറയുന്ന സുവിശേഷം കേൾക്കാനല്ലല്ലോ കേരളത്തിലെ ജനങ്ങളിരിക്കുന്നത്. അവർക്ക് വിവേകമുണ്ട്, അവർക്ക് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കള്ളം അവർക്ക് കേൾക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അടിത്തറ തകർന്നിട്ടില്ലെങ്കിൽ ഈ പാട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? സാധാരണക്കാരൻ്റെ മുമ്പിൽ അവൻ്റെ ഫോണിനകത്ത് ഈ ലോകം മുഴുവൻ കാണാനുള്ള അവസരമുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ സർക്കാർ നിയമം ഉപയോഗിച്ച്, സർക്കാരിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇവരെ നിശബ്ദരാക്കാൻ നോക്കുകയാണ്. അത് നടക്കത്തില്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കാര്യം. അതിനെ നിങ്ങൾ വിവേകപൂർവ്വം നേരിടേണ്ടതിന് പകരം ജനങ്ങളെ അടിച്ചമർത്താനും അതിൻ്റെ പാട്ട് പാടിയവരുടെ പേരിൽ മൂടിക്കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ തന്നെ പിന്മാറേണ്ടി വരും. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നും കേസ് എടുത്ത അവസ്ഥയിൽ തന്നെ നിൽക്കട്ടെന്നും മെറ്റയ്ക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിനും ഒന്നും കത്ത് കൊടുക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ച അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഈ പാട്ട് 1-2 ദിവസം പാടി അവസാനിപ്പിച്ച് പോകേണ്ടതാണ്. കാരണം ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇനി 4-5 മാസം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ട് എയറിൽ നിന്ന് കഴിഞ്ഞാൽ CPMന് ഒരുപാട് സമാധാനം പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവർ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? വീടുകളിൽ ചെല്ലുമ്പോൾ
സ്ത്രീകളും പുരുഷന്മാരും അവരോട് ചോദ്യം ഇതായിരുന്നു, നിങ്ങളല്ലേ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയ പാർട്ടി, നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയത്? ഈ വക ചോദ്യങ്ങൾക്ക് അവർക്ക് അന്നും മറുപടിയില്ല, ഇന്നും മറുപടിയില്ല, നാളെയും മറുപടി പറയാനില്ല. ഞങ്ങൾ ഭഗവാന്റെ സ്വർണം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ എങ്ങും തിരിച്ചു പിടിച്ച് കണ്ടിട്ടില്ല. ഈ കള്ളന്മാരെ കൊണ്ടുപോയിട്ട് എങ്ങും സ്വർണം റിക്കവർ ചെയ്തതും നമ്മൾ കണ്ടിട്ടില്ല. കോടാനുകോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ഇവിടുന്ന് കാണാതെ പോയിരിക്കുന്നത്. ആ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ 10 ഗ്രാമോ 100 ഗ്രാമോ 1 കിലോയുടെ സ്വർണത്തിൻ്റെ വിലയല്ല, അത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അമൂല്യ വസ്തുവാണ്. അത് പുറത്ത് രാജ്യങ്ങളിൽ കൊടുത്ത് വലിയ തോതിൽ പണം ഉണ്ടാക്കിയെന്ന് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘത്തിൻ്റെ കയ്യിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതിയാണ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ CPM ഇത് ആൾക്കാരുടെ കണ്ണ് കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ ആ ബുദ്ധിയും ആ വിവേകവുമാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇല്ലാതെ പോവുകയും ഇതേപോലുള്ള മണ്ടത്തരങ്ങളിലേക്ക് പോയി എടുത്തു ചാടുകയും ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ ദിനംപ്രതി ശിക്ഷിക്കുന്നതിന് സൗകര്യം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനകത്തുനിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ എന്താണ്, വീണ്ടും ഇപ്പോൾ മണ്ടത്തരത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടക്കുകയാണ്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് ഇനി കണ്ടറിയണം. കാരണം ഈ സർക്കാരിനെ ഉപദേശിക്കുന്ന ആരാണ്, ഈ പോലീസിനെ ഉപദേശിക്കുന്ന ആരാണെന്ന് ന്യായമായൊരു ചോദ്യം വരും. ഒരു പാട്ടിൻ്റെ പേരിൽ മതവിദ്വേഷം പടർത്തി, മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് കേസെടുക്കുന്നത്. വളരെ രസകരമായ രീതിയിലാണ് FIR-നകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് പാടിയാൽ തീരുന്നതാണോ കേരളത്തിൽ വർഷങ്ങളായിട്ട് ഈ നമ്മുടെ സമൂഹം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന മതേതര സ്വഭാവം അല്ലെങ്കിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സർക്കാർ പറയുകയാണ് ഒരു പാട്ട് പാടിയാൽ തീരുന്നതാണ് ഇവിടുത്തെ മതവികാരം നശിക്കുകയും മതവിദ്വേഷം ഉണ്ടാവുകയും ചെയ്യുന്നു സർക്കാർ പറയും. എങ്ങും ഇതിൻ്റെ പേരിൽ, ഈ പാട്ട് പാടിയതിൻ്റെ പേരിൽ എങ്ങും ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം പോലും ഇല്ലാത്തപ്പോഴാണ് ഏതോ ഒരുത്തൻ്റെ ഒരു കള്ളപ്പരാതി എഴുതി വാങ്ങിച്ചിട്ട് ഈ പണിയിലേക്ക് പോയിരിക്കുന്നത്.